എൻ്റെ ഫസ്റ്റത്തെ സ്റ്റോറി ടൈം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലാണ് ഉള്ളത്. ഇവിടെ ഞാനൊരു ഗ്രാമത്തിൽ ഒരു ആശുപത്രിയുടെ കീഴിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കുകയാണ് ആസ് എ സോഷ്യൽ വർക്കർ. അപ്പം നമ്മൾ ഇവിടെ പല പല ഗ്രാമങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെ ഇടയ്ക്ക് കൗൺസിലിംഗ് ചെയ്യുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ചേച്ചിയുടെ സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 35 വർഷമായി ഒരു അസുഖം വന്ന് കട്ടിലേൽ കിടക്കുന്ന ഒരു ചേച്ചിനെയാണ് നമുക്ക് പോയി കാണാൻ പറ്റിയത്. ചേച്ചി 10 വയസ്സായിരുന്നപ്പോൾ തന്നെ ഒരു പ്രത്യേകതരം അസുഖം വന്ന് കൈയും കാലുകളൊക്കെ തളർന്നു പോയതിന് ശേഷം കട്ടിലേൽ ഒറ്റ കിടന്നു പോയതാണ്. ആ ചേച്ചിക്ക് അസുഖം വന്നതിൻ്റെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ചേച്ചിയുടെ അച്ഛനും സെയിം അസുഖം വന്നു. പക്ഷെ അദ്ദേഹം നേരത്തെ മരിച്ചു പോവുകയുണ്ടായി. മോൾക്ക് എത്ര വയ്യാത്തൊരവസ്ഥ കണ്ട് എൻ്റെ അച്ഛനും പെട്ടെന്ന് മരിച്ചു പോയത് കണ്ടിട്ട് മാനസികപരമായിട്ട് തളർന്നിട്ട് ചേച്ചിയുടെ അമ്മ പോയി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് വയ്യാതെ കിടക്കുന്ന ഈ ചേച്ചിയെ കഴിഞ്ഞ 35 വർഷമായിട്ട് നോക്കുന്നത് ചേച്ചിയുടെ അയൽക്കാരും അതേപോലെ ബന്ധുക്കാരും സ്വന്തക്കാരുമാണ്. കൂടാതെ സ്വന്തമായിട്ടൊരു വസ്തുവും വീട് പോലും ഇല്ലാതെ ഇരുന്ന ചേച്ചിക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ച് ഒരു വീട് പണിത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ കണ്ടു കഴിഞ്ഞാൽ അധികം സന്തോഷം വരികയില്ല. 2 മുറിയും ഒരു ബാത്റൂമുള്ള വീടാണ് വെച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ പണിത് വന്നപ്പോഴത്തേക്കും ഒരു മുറി നിറച്ച് മണലും ചാക്കും ചവറുകളും കാര്യങ്ങളും, മറ്റൊരു മുറി ഇത്രയും ചെറുതാണ്. ആൻഡ് ബാത്റൂം അതിൻ്റെ പരിസരത്ത് എങ്ങും കാണാറില്ല. ഈവൻ ആ മുറിക്കകത്തൊരു ഫാനും ലൈറ്റും തന്നെ വെച്ച് കൊടുത്തത് ഈ ആശുപത്രി വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ്. ഞാനിവിടെ ഒരു മന്ത്രിമാരും ഒരു പാർട്ടിക്കാരെയും കുറ്റപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ നാടിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രം. ചേച്ചി എത്ര കാലമായിട്ട് പരിപാലിച്ച് വരുന്ന ആ ഒരു ബന്ധുക്കാരോടൊക്കെ നമ്മളൊന്ന് സംസാരിച്ചപ്പോഴത്തേക്കും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അവരെല്ലാവരും കരയുവാനായിട്ട് തുടങ്ങി. കാരണം എത്ര വർഷമായിട്ട് അവർക്ക് എവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവരും പാവപ്പെട്ട ആൾക്കാരാണ്, അവരിൽ ഒത്തിരി പേർക്ക് വയ്യാത്തവരുണ്ട്. അപ്പോൾ ഈ ചേച്ചി കംപ്ലീറ്റ്ലി കട്ടിലിൽ കിടക്കുന്ന, സ്വന്തമായിട്ട് അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലായതുകൊണ്ട് ഒരാളെ എപ്പോഴും ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും സഹായത്തിനുണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു സമയത്ത് സഹായം കൊടുക്കുവാനായിട്ട് ആരുമില്ലാതെ അവർ കഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മളെ കണ്ട് നമ്മൾ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്ന വളരെ വലിയ കാര്യമാണ്, നിങ്ങളെപ്പോലെ ആരും ചെയ്യത്തില്ല എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവർ പൊട്ടിക്കരയുകയുണ്ടായി. അത്ര പോലും ഒരു സപ്പോർട്ട് അവർക്ക് എങ്ങും നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. ഇത്രയും സങ്കടമുള്ള രത്നചേച്ചിയുടെ കഥയിലും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഇരിപ്പുണ്ട്. അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട് ശരീരം കംപ്ലീറ്റ്ലി അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന ചേച്ചിയെ കഴിഞ്ഞ 35 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ നോക്കി വരുന്ന ചില ബന്ധുക്കാരും സ്വന്തക്കാരും ചേച്ചിക്കുണ്ട്. നമ്മൾ കയറി ചെന്ന സമയത്ത് തന്നെ ചിരിച്ചോണ്ട് നമ്മളെ വരവേൽക്കാൻ ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞത് അതിൻ്റെ പുറകെ നിന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിഞ്ഞ 35 വർഷം നോക്കിയ എല്ലാവരും കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: ചേച്ചിക്ക് എല്ലാം നഷ്ടപ്പെട്ടില്ല.